ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. ഇസ്രായേലിലെ ന്യായാധിപന്മാർ പറഞ്ഞു നിർത്തുന്ന കാര്യമാണല്ലോ ചിന്തിച്ചു വരുന്നത്. കഴിഞ്ഞ അധ്യായത്തിലെ അബീമേലെക്ക് എന്ന് പറയുന്ന നീചനായൊരു മനുഷ്യൻ ന്യായാധിപനായിട്ട് വരികയും അവസാനം അദ്ദേഹത്തിൻ്റെ അന്ത്യം വളരെ ദാരുണമായ രീതിയിൽ സംഭവിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. 10-ാം അധ്യായത്തിൽ അബീമേലെക്കിന് ശേഷം തോല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ന്യായാധിപനായിട്ട് നിയുക്തനാവുകയാണ്. അദ്ദേഹം ഇസ്സാക്കാർ ഗോത്രക്കാരനായിരുന്നു. 23 വർഷം ഇസ്രായേൽ ജനത്തിന് അദ്ദേഹം ന്യായപാലനം ചെയ്തു. 3-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, അതിനുശേഷം ഗിലെയാദുകാരനായ ജായിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 22 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ നയിച്ചു, ന്യായാധിപനായിരുന്നു. ദൈവം അവരെ വളരെയേറെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ 6-ാം വാക്യം മുതൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, ഇസ്രായേൽ ജനം വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ജാതികളുമായി ഇടകലർന്നുള്ള ജീവിതമാണ്. കനാന്യ ദൈവങ്ങളെ അവർ ആരാധിക്കാൻ പോവുകയാണ്. പ്രധാന കാരണം പ്രകൃതി ശക്തികളാണ് കനാന്യരുടെ ഒക്കെ ദൈവങ്ങൾ. ഭൂമിയിൽ നന്നായി ജീവിക്കണമെങ്കിൽ, ഫലസമൃദ്ധി ഉണ്ടാകണമെങ്കിൽ, മറ്റുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രകൃതി ശക്തികളാണ് നമ്മെ കാക്കുന്നതെന്നുള്ള ഒരു വലിയ ചിന്ത കനാന്യകളിലുണ്ട്. ആയതിലേക്ക് ഇസ്രായേൽ ജനം കാലക്രമേണ വീണു പോകുകയാണ്. ഇതുവരെയുള്ള അവരുടെ ചരിത്രം നമ്മൾ പഠിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം യഹോവയായ ദൈവം എന്തെല്ലാം അത്ഭുതകരമായ രീതിയിലൂടെ അവരെ വഴി നടത്തിയെന്നും ഏതെല്ലാം രീതിയിൽ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വീണ്ടും ഇസ്രായേൽ ജനം വീണ്ടും പാപത്തിലേക്ക് വീണ്ടും നിരന്തരം പോകുന്ന ഒരു സാഹചര്യം. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിങ്ങനെ ചെയ്യാമോ എന്ന് നമുക്ക് മനസ്സിൽ തോന്നാം. പക്ഷെ നമ്മളും ഇന്ന് പുതിയ നിയമത്തിൽ എന്താണ് ചെയ്യുന്നത്? ദൈവം സാക്ഷാൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിച്ചു. അവനെ കാണാനും തൊട്ടു നോക്കാനുള്ള അവസരം മനുഷ്യന് ലഭിച്ചു. പഴയ നിയമത്തിൽ ഷെക്കേന ഗോഡായിരുന്നവൻ, അഥവാ മാധ്യമങ്ങളിലൂടെ മാത്രം മനുഷ്യനോട് ഇടപെട്ട ദൈവം പുതിയ നിയമത്തിൽ ഇമ്മാനുവേലായി, അഥവാ ദൈവം നമ്മോട് കൂടെയായി. യേശുവിൻ്റെ കൂടെ നടക്കാനും തൊടാനും കേൾക്കാനും ഒക്കെ സാധിച്ച ശിഷ്യന്മാരുടെ സാക്ഷ്യമാണല്ലോ വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതൊക്കെ നമുക്കുണ്ടായിട്ടും പാപബോധം എന്താണ് പാപമെന്ന് യഥാർത്ഥമായി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അത് അറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പാപത്തിലേക്ക് നമ്മൾ വീണു പോകുന്നില്ലേ? വീണ്ടും നമ്മൾ പശ്ചാത്തപിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. വീണ്ടും അതേ പാപം അത് അത്രത്തോളം അതിനേക്കാൾ ഉപരിയായോ ചെയ്യുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നു. കാരണം ജഡം, ലോകം, പിശാചികം എന്ന പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും എപ്പോഴും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഇസ്രായേൽ ജനം ഇങ്ങനെ ആകുവാനുള്ളൊരു കാരണവും അതുതന്നെയാണ് എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മൾ അവരെക്കാൾ ഒട്ടും മോശമല്ല നമ്മളെന്ന് നമ്മൾ അത് കരുതേണ്ടതാണ്. അപ്പോൾ യഹോവയായ ദൈവം വീണ്ടും ഇവർ ബാൽ ദൈവത്തിലേക്കൊക്കെ പോയപ്പോൾ വീണ്ടും അവരോട് കോപിക്കുന്നു. എന്നിട്ട് ദൈവം ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 18 വർഷം അവർ ഇസ്രായേൽ ജനത്തെ ശരിക്കും ഞെരുക്കുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാവുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് വീണ്ടും ഇത് നിലവിളിക്കുകയും ഞങ്ങൾ ബാലിനെ സേവിച്ചു പോയി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ഏറ്റുപറയുകയും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 11-ാം വാക്യം മുതൽ യഹോവയായ ദൈവം വീണ്ടും അവരെ, ഞാൻ ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വഴി നടത്തിയെന്ന് നിങ്ങൾ മറന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവം വിടുവിച്ച കാര്യങ്ങളൊക്കെ, ഏതൊക്കെ പ്രബലമായ ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചവരെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ ജനം ഇനി ഞങ്ങൾ ദേവന്മാരെ ആരാധിക്കാൻ ഞങ്ങൾ പോവുകയില്ല എന്ന് പറയുന്നു. ദൈവം കോപിച്ച് പറയുന്നു, ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങൾ ഏത് ദൈവങ്ങളുടെ മുന്നിൽ പോയി നിലവിളിക്കുന്നുവോ
ആ ദേവന്മാർ നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ജനം യഥാർത്ഥമായി പശ്ചാത്തപിച്ചു, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവത്തിന് മനുഷ്യനോടുള്ള കാരുണ്യം, ആ വലിയ സ്നേഹം വീണ്ടും ഇവിടെ പ്രകടമാവുകയാണ്. പ്രിയമുള്ളവർ, ഇതാണല്ലോ ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ച് ദൈവസ്നേഹം വെളിവാക്കുവാൻ ദൈവം പഠിപ്പിച്ച ഉപമകളിൽ ഒന്നാണ് ധൂർത്തുപുത്രൻ്റെ ഉപമ. അപ്പനെ വേദനിപ്പിച്ച് അപ്പൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം ചോദിച്ചു വാങ്ങിക്കൊണ്ട് നശിപ്പിച്ച് മടങ്ങി വരുന്ന മകനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അവൻ എൻ്റെ മകൻ എപ്പോൾ വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്നേഹം ആ ഭവനത്തിലുണ്ട്. അതായിരുന്നു അവൻ്റെ അപ്പൻ. അവൻ ദൂരെ വന്നപ്പോൾ തന്നെ അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ ശിക്ഷിക്കോ ശാസിക്കോ സഹായിക്കോ ഒന്നും ചെയ്യാതെ അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന ഒരു അപ്പനെ നമ്മൾ കാണുന്നു. ആ മകനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് നിൻ്റെ കൂലിക്കാരൻ ആരെങ്കിലും ഒരാളെപ്പോലെ നീ എന്നെ ആക്കിയാൽ മതി. പക്ഷേ ആ അപ്പൻ അവന് കൊടുത്തത് പുത്രത്വമാണ്. ദാസത്വം ചോദിച്ചവന് പുത്രത്വം കൊടുക്കുന്ന ഒരപ്പനെ നമ്മളിവിടെ കാണുന്നുണ്ട്. അവന് വിശേഷതയുള്ള വസ്ത്രങ്ങൾ, അവൻ്റെ വിരലിൽ മോതിരം, അവന് വലിയ വിരുന്ന്, ഇതെല്ലാം അപ്പൻ അവിടെ നൽകുകയാണ്. അതുപോലെ നമ്മളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ആ പിതാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം ഓർത്തിട്ട് വേണം ദൈവത്തെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുവാൻ. ആ സ്നേഹം ഓർത്താൽ ഒരിക്കലും ആ സ്നേഹത്തെ വേദനിപ്പിക്കുന്ന ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ നമുക്കാർക്കും സാധിക്കുകയില്ല. ഈ നോമ്പിലും അപ്രകാരം ഒരു തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാം, നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനേക വീഴ്ചകൾ ഒക്കെ കുറവുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഇനി അങ്ങനെ സംഭവിക്കാതെ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ നോമ്പും പ്രാർത്ഥനകളും നമ്മുടെ വേദപുസ്തക വായനകളും ആരാധനകളൊക്കെ അതിൽ നമ്മളെ സഹായിക്കട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിനെ ഞങ്ങൾ ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.